പടം ചിരിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ കാണും. മൊത്തം എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. മൊത്തം എൻ്റർടൈൻമെൻ്റ് ഒരു ഫാൻറ്റസി ടൈപ്പ് മൂവിയായിരുന്നു. ഈ ഇടക്കാലത്ത് അങ്ങനത്തെ ഒന്നും ഇറങ്ങിയിട്ടില്ല പടം. കൊള്ളാം. നമ്മളെ അടികപ്പയിലെ കൂട്ടമണി ആ ഒരു വൈബല്ല ഇത്. ചെറിയ പയ്യന്മാരും ഒരു പണ്ടത്തെ സ്റ്റോറിയും പണ്ടത്തെ സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമായിട്ടുള്ള ഒരു കഥയാണ്. സുരാജ്, ഷറഫുദ്ദീൻ, എൻ്റെ മോനെ സീൻ ഷറഫ്. പിന്നെ ഒരു പയ്യൻ ഉണ്ട് എൻ്റെ അകത്ത്, മെയിൻ റോൾ ചെയ്യുന്ന ഒരു പയ്യനാണ് എൻ്റെ അകത്ത്. ആലപ്പുഴ ജിപ്കാനിൽ ആ പയ്യൻ, അവനാണ് മെയിൻ ക്യാരക്ടർ. അവൻ തകർത്തു. പടക്കളം ഒന്നും പറയാനില്ല. ഫയർ എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് അവസാനം വരെ ഫുൾ ഫൺ എന്റർടൈനർ ആണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. പിന്നെ സുരാജ് കാസ്റ്റ് ഫുൾ ഇതുവരെ ഫ്രഷ്, അടിപൊളി, സൂപ്പർ പടം. ഫുൾ ചിരി, തുടക്കം തൊട്ട് അവസാനം വരെ ചിരി, ഒരു സമയം പോലും ലാഗില്ല. അടിപൊളി പടം. സുരാജ് ആണ് പടത്തിന്റെ സോൾ. പിന്നെ നായകനായിട്ട് അഭിനയിച്ച പയ്യൻ ഫുൾ കാസ്റ്റ് അടിപൊളി, ഒന്നും പറയാനില്ല. ഷറഫുദ്ദീൻ ബെസ്റ്റ് പെർഫോമൻസ്. ചിരിക്കാനാണോ പടം? നല്ല പടം. ചിരിക്കാനുണ്ടോ പടം? ചിരിക്കാനുണ്ട്. കൊള്ളാം. എങ്ങോട്ട് സുരാജ് എങ്ങനെ ഉണ്ടായിരുന്നു? ചിരിപ്പിക്കുമോ? അടിപൊളി അഭിനയം. സൂപ്പർ പടം. അടിപൊളി ഡയറക്ഷൻ, ഒരു രക്ഷയില്ല. നല്ല സ്റ്റോറി, വെറൈറ്റി സ്റ്റോറിയാണ്. അടിപൊളി വെറൈറ്റി സ്റ്റോറിയാണ്. നല്ല ആക്ടിങ്, നല്ല മ്യൂസിക്, ഓവറോൾ നല്ല എന്റർടൈനിങ് ആണ്. ഫുൾ അടിപൊളി, ഫുൾ ചിരി, ഒരുപാട് ചിരിയാണ്. നല്ല ഡിഫറെന്റ് സ്റ്റോറിയാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റോറി മലയാളത്തിലൊന്നും വന്നിട്ടില്ല. ഫുള്ളി ഡിഫറെന്റ് സാധനം. അടിപൊളി. തിയേറ്ററിൽ തന്നെ കാണണം, അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ട്. അടിപൊളി പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഫ്രണ്ട്സുമായിട്ട് വന്ന് കണ്ട് ചിരിക്കാൻ പറ്റിയ അടിപൊളി പടമാണ്. കൺസെപ്റ്റും ഭയങ്കര ഒരു പുതിയ കൺസെപ്റ്റാണ് പറയുന്നത്. BGM അടിപൊളി, ആക്ടിങ് പെർഫോമൻസ്, സുരാജ് ബ്രോയുടെ പണ്ടത്തെ ആ പെർഫോമൻസ് ഒക്കെ നമുക്ക് തിരിച്ചു കാണാൻ പറ്റും. ഡാറ്റിന്റെ ഫസ്റ്റ് മൂവിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. മ്യൂസിക് ഒക്കെ നല്ല രീതിയിൽ. പിന്നെ സുരാജും വിജയ് ബാബു ആയാലും അരുൺ പ്രദീപ്, പിന്നെ ഒരു ഡെബി ഒരു പയ്യനുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കോമഡിയൊക്കെ വിഷയമാണ്. കോമഡിയും ഉണ്ട്, കഥയും ഉണ്ട്. ആക്ച്വലി അതാണ് നല്ല രീതിയിൽ വർക്കൗട്ട്. പിന്നെ മ്യൂസിക് അതിൻ്റെ കൂടെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. സുരാജ് ചേട്ടൻ വീണ്ടും ഒരു കോമഡിയിലേക്ക് തിരിച്ചു വരുമെന്നോ? അത് ശരിയാണ്. നല്ല രീതിയിൽ പറ്റിയ റോളായിരുന്നു പുള്ളിക്ക്. ആ കാസ്റ്റിന് കറക്റ്റ് രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല സിനിമ. എന്താണ് ഇഷ്ടപ്പെട്ടെന്താ പടത്തിൽ പറയാനായിട്ട്? ഫസ്റ്റ് ഹാഫ് നല്ല സാർ, സെക്കൻഡ് ഹാഫ് അടിപൊളി, കുഴപ്പമില്ല. കോമഡി ആദ്യം തൊട്ട് നമുക്ക് ചിരിച്ചിങ്ങനെ ആദ്യം തൊട്ടല്ല, സെക്കൻഡ് ഹാഫ് ആയപ്പോ നല്ല കോമഡിയാണ് ഫുള്ള്. സുരാജ് ചേട്ടനാണോ കോമഡി കൂടുതലായിട്ട്? എല്ലാവരും ഉണ്ട്. സുരാജ് കുറച്ച് നൈസ് ആയിരുന്നു. കോമഡി, ഒരു കോമിക് എലമെന്റ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് സിനിമയുടെ. അപ്പോൾ ത്രൂ ഔട്ട് എടുത്തു പറയേണ്ടത് ഇതിൽ കുറേ പേര് മുഴുനീള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സന്ദീപ് പ്രദീപും ഷറഫുദ്ദീനും പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റു പേരുടെ ഭാഗത്ത് നിന്നും ഒരു എടുത്തു പറയേണ്ട ഒരു വ്യത്യസ്തമായ രീതിയിൽ, കാരണം രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് അവർ നല്ല രീതിയിൽ വളരെ നാച്ചുറലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത ഒരു കഥ പറയുന്ന, ഒരു കഥ പറച്ചിലും ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നുണ്ട്.